മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാന്റെ ആകാശത്ത് US F-15 ഈഗിൾ വിമാനം തകർക്കപ്പെട്ടു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിഷ്പ്രഭമാക്കിയെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പെന്റഗണിന്റെയും അവകാശവാദങ്ങൾക്കിടയിലാണ് ഈ സംഭവം. വിമാനത്തിലുണ്ടായിരുന്ന വെപ്പൺ സിസ്റ്റംസ് ഓഫീസറെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ രാഷ്ട്രീയ സൈനിക വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കാണാതായ അമേരിക്കൻ സൈനികനെ ജീവനോടെ പിടികൂടാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തിരച്ചിൽ ആരംഭിച്ചു. സൈനികനെ കൈമാറുന്നവർക്ക് ഏകദേശം 50 ലക്ഷം രൂപയോളം ഇറാൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ US ദൗത്യ സംഘത്തിന് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ സൈനികൻ ഇറാന്റെ പിടിയിലായാൽ അത് 1979 നാണം കെട്ട ബന്ദി പ്രതിസന്ധിക്ക് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് വാഷിംഗ്ടൺ ഭയപ്പെടുന്നുണ്ട്. അന്ന് 444 ദിവസമാണ് US നയതന്ത്രജ്ഞർക്ക് തടവിൽ കഴിയേണ്ടി വന്നത്. സമാനമായ രീതിയിൽ ഈ സൈനികനെ ഒരു പ്രചാരണ ആയുധമായി ഇറാൻ ഉപയോഗിക്കുമോ എന്നതാണ് വൈറ്റ് ഹൌസിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. തടവിലാക്കപ്പെട്ട അമേരിക്കക്കാരെ മോചിപ്പിക്കാൻ മുൻപ് ഒബാമ ഭരണകൂടം താലിബാൻ തടവുകാരെ വിട്ടയച്ച ചരിത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. സൈനികൻ പിടിയിലായാൽ ഇറാന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമോ അതോ സൈനിക നടപടി കടുപ്പിക്കുമോ എന്ന ധർമ്മസങ്കടത്തിലാണ് ട്രംപ്. US കോൺഗ്രസിലും വിഷയത്തിൽ ഭിന്നത രൂക്ഷമാണ്. സൈനികനെ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന് റിപ്പബ്ലിക്കന്മാരും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്ന് ഡെമോക്രാറ്റുകളും ആവശ്യപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാനും സമാധാന കരാറിൽ ഒപ്പിടാനും ട്രംപ് നൽകിയ അന്ത്യശാസനം ഏപ്രിൽ 6 തിങ്കളാഴ്ച അവസാനിക്കും. ചർച്ചകൾക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഇതിനിടെ ഗൾഫ് മേഖലയിൽ അമേരിക്ക സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുന്നത് ഒരു അനന്തമായ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക ആഗോളതലത്തിൽ ശക്തമാണ്.